എത്രയും പെട്ടെന്ന് എല്ലാം അവസാനിപ്പിക്കണം തന്നെ എന്റെ ആഗ്രഹം. പക്ഷേ കാര്യങ്ങളൊന്നും അർച്ചന വിചാരിക്കുന്നത് പോലെ അല്ലല്ലോ ഇപ്പോ. അർച്ചനയുടെ അമ്മയുടെ അവസ്ഥ എന്താണെന്ന് അറിയോ ഇപ്പോ? അറിയാം. വീട് വിട്ടുപോയ മകളും കുഞ്ഞും ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നൊന്നും അറിയാതെ നേരെ ജീവിക്കേണ്ട അമ്മ. ആയിഷയുടെ വേഷം കെട്ടി ആ വീട്ടിൽ ചെന്നപ്പോഴെല്ലാം എന്റെ അമ്മയുടെ ദുഃഖം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്ന് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ ഞാൻ കൊതിച്ചിട്ടുണ്ട്. അമ്മയുടെ മോള് ഞാനാണെന്ന് പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എല്ലാം തുറന്നു പറയണമെന്ന് കരുതിയതാ ഞാൻ. പക്ഷെ എനിക്കതിന് പറ്റില്ലല്ലോ ആരതി. അർച്ചനയ്ക്ക് തെറ്റി. കാണാതെ പോയ മകളെ ഓർത്തല്ല അമ്മ ഇപ്പൊ വേദനിക്കുന്നെ. മകള് മരിച്ച അമ്മയുടെ ദുഃഖവുമല്ല ഇപ്പൊ അർച്ചനയുടെ അമ്മയുടേത്. പിന്നെ ജീവിച്ചിരിക്കുന്ന അർച്ചനയെ ഓർത്തുള്ള ദുഃഖമോ ഇപ്പൊ അമ്മയുടേത്. ആരതി എന്തൊക്കെയാ പറയുന്നേ? അമ്മയ്ക്ക് എങ്ങനെ അറിയാം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന്? അർച്ചന ജീവിച്ചിരിപ്പുണ്ടെന്ന് മാത്രമല്ല, ഗോകുൽ സാറിന്റെ ഭാര്യയായിട്ട് ആ വീട്ടിലാ ജീവിക്കുന്നതെന്നും അമ്മയ്ക്കറിയാം. മകളെ ഓർത്തുള്ള ദുഃഖം കൊണ്ട് ഉണ്ണാതെ ഉറങ്ങാതെയും ആ അമ്മ മരിച്ചു പോകുന്ന അവസ്ഥയില് സച്ചി തന്നെ എല്ലാ കാര്യങ്ങളും അമ്മയോട് പറഞ്ഞു. അമ്മയുടെ അച്ഛൻ കൂടി ജീവിച്ചിരിപ്പുണ്ട്. അവളിപ്പോ മറ്റൊരു പേരിൽ, മറ്റൊരു കുടുംബത്തിൽ, മറ്റൊരാളുടെ ഭാര്യയായിട്ടാ ജീവിക്കുന്നത്. ആ ഷോക്കില് അമ്മ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലായത് അത് അർച്ചനയ്ക്ക് അറിയൂ. ആശുപത്രിയിൽ പോയി അർച്ചനയും അമ്മയെ കണ്ടതല്ലേ. അമ്മ അനുഭവിക്കുന്ന ദുഃഖം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതാണല്ലോ അല്ലേ? വിവാഹിതയായ സ്വന്തം മകൾ ഭർത്താവിനെയും കുടുംബത്തെയും ഉപേക്ഷിച്ച് വേറെ ഏതോ ഒരാളുടെ ഭാര്യയായി ജീവിക്കുന്നത് അറിഞ്ഞ ഏതമ്മയാ തകർന്നു പോവാത്തത്? ഇത്രയും കാലം സച്ചിയുടെ ദുഃഖം നേരിൽ കണ്ട് ആ അമ്മയ്ക്ക് അത് എങ്ങനെ താങ്ങാനാവും? മകളെ കാണണമെന്നുള്ള ആഗ്രഹം അടക്കാൻ കഴിയാതെ പ്രാണം പിടഞ്ഞ ആ അമ്മ അർച്ചനെ ഒരു നോക്ക് കാണാൻ വന്ന കാര്യം അർച്ചന അറിഞ്ഞായിരുന്നോ? എന്താ പറഞ്ഞേ? എന്റെ അമ്മ എന്നെ കാണാൻ വന്നെന്നോ? എവിടെ വെച്ച്? എപ്പോഴാ അമ്മ എന്നെ കാണാൻ വന്നേ? ഇന്നലെ രാവിലെ നിങ്ങൾ അമ്പലത്തിൽ പോയില്ലേ? ഞാനും സച്ചിയും കൂടി അമ്മയും കൊണ്ട് അവിടെ വന്നിരുന്നു.